എറണാകുളം മലയിടം തുരുത്തുന്നതിയിൽ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളെ സന്ദർശിച്ച് മുൻമന്ത്രി പി രാജീവ്. ഇന്നലെ ഉണ്ടായ പോലീസ് അതിക്രമം ആരുടെയോ നിർദ്ദേശപ്രകാരം നടന്നതാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പി രാജീവ് പറഞ്ഞു. അതേസമയം ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് കണ്ടാലറിയാവുന്ന 50 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ആദ്യം ഇത് പ്രതിഷേധം കണ്ടപ്പോ തവണ വന്നതുപോലെ തന്നെ പോലീസ് എല്ലാവരും കരുതി. പിൻവാങ്ങിക്കുന്നത് തോന്നുന്ന ഘട്ടത്തിലാണ് പെട്ടെന്ന് പോലീസ് വീണ്ടും കേറുന്ന സാഹചര്യം. അപ്പോ ഏതെങ്കിലും നിർദ്ദേശമില്ലാതെ പിൻവാങ്ങിയ പോലീസ് വരുമ്പോൾ സാര്യ വിനോദ് വിശദാംശങ്ങളുമായി. ആര്യ, പി രാജീവ് അവിടെ എത്തുന്നു, സമരക്കാരുമായി കാണുന്നു. എന്താണ് പാര്യത്തുകാവിൽ നടക്കുന്ന ഇപ്പോഴത്തെ സമരത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പി രാജീവിന് പറയാനുള്ളത്? സേഫ്, ഇപ്പോൾ പി രാജീവ് വ്യക്തമാക്കിയത് പുതിയ സർക്കാരിന്റെ പോലീസ് നയത്തിന്റെ പ്രതിഫലനമാണ് ഇത് എന്നുള്ളതാണ്. ഇപ്പോൾ 2 വർഷത്തിനിടെ ഇതിപ്പോൾ 15ാമത് തവണയാണ് ഒഴിപ്പിക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നത്. ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നിരവധി പേര് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യം, അങ്ങനെ പോലീസുമായുള്ള ഒരു സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു. CPM-ന്റെ നേതൃത്വത്തിലാണ് ഈ കുടുംബങ്ങളൊക്കെ ചേർന്നുകൊണ്ട് ഈ കുടിയൊഴിപ്പിക്കൽ മിഷൻ വരുന്ന കുടുംബങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നിന്നത്. ഇതിൽ പിന്നീട് ആഭ്യന്തരമന്ത്രി ഇടപെടുകയും DGP നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഈ ഒരു സമരം ഈ ഒരു പ്രതിഷേധം അവസാനിപ്പിക്കണമെന്നും അവിടെ കുടിയൊഴിപ്പിക്കൽ നിന്നും താൽക്കാലികമായി പിൻവാങ്ങണമെന്നും അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ താൽക്കാലികമായിട്ടാണ് അവർ പിൻവാങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, 58 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഒരു പരാതി നൽകുന്നത്. കണ്ണോത്ത് ശങ്കരൻ എന്നുള്ള വ്യക്തിയാണ്, സ്വകാര്യ വ്യക്തിയാണ് തങ്ങളുടെ ഭൂമി 2 ഏക്കറോളം ഭൂമി കയ്യേറി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്നത്. 4 വർഷം മുമ്പാണ് ഇതിന്റെ ഒരു വിധി വരുന്നത്. തുടർന്ന് ഈ 2 വർഷത്തിനുള്ളിൽ തന്നെ 15ാമത് തവണയാണ് ഇപ്പോൾ ഈ ഒരു കയ്യേറിയ ഭൂമി ഒഴിപ്പിക്കാനുള്ള ഒരു ശ്രമം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിനെതിരെയായിരുന്നു ഇന്നലെ സംഘർഷം ഉണ്ടായിരുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന ആ ഒരു സംഘർഷ ഭീതിയിലേക്ക് ഈ ഒരു ഇത് കടക്കുന്നൊരു സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനോട് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ഇന്നാണ് മന്ത്രി പി രാജീവ് രാവിലെയാണ് അവിടെ സന്ദർശിക്കുകയുണ്ടായത്. തുടർന്ന് അവരോട് സംസാരിക്കുകയും ചെയ്തു. ഇത് പോലീസ് നയത്തിന്റെ തിരിഞ്ഞുപോയ പോലീസിനെ വീണ്ടും ആരുടെയോ നിർദ്ദേശപ്രകാരം കൊണ്ടുവന്ന് ചെയ്യിച്ചതാണ് എന്നുള്ളതാണ് പി രാജീവ് വ്യക്തമാക്കിയത്. ശരി, ആര്യ വിനോദാണ് കൊച്ചിയിൽ നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്.